ഈ ജീവിരാജനെ കുറിച്ച് പറയുന്ന സമയത്ത് ശ്രീ പറയുന്നത് ഒന്ന് ഹോക്കി കിട്ടി, 2 ജീവിത പങ്കാളിയെ കിട്ടി. 2 ജീവിതവും ശ്രീജേഷിന് ഉറപ്പായിട്ടും തുറന്നു കിട്ടിയത് ജീവിരാജ് എന്നാണ്. ആ സമയത്ത് എങ്ങാനും സാറിന് അറിയായിരുന്നോ ശ്രീജേഷിന്റെ ഉള്ളിൽ ഒരു പ്രണയമുണ്ട്, അവിടെ ലോങ് ജമ്പ് കാടാൻ വന്ന ഒരു കുട്ടിയുണ്ട്? അല്ലല്ല, അന്ന് അവിടെ ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു പ്ലെയറിനും കാണിച്ചിട്ടില്ല. അന്ന് എനിക്കും അറിയത്തില്ല. പിന്നീട് ശ്രീജേഷ് ഇവിടുന്ന് പോയി ഒരിക്കൽ ആദ്യത്തെ ക്യാമ്പിൽ, 2ാമത്തെ ക്യാമ്പില് ശ്രീജേഷ് അവിടെ നിന്ന് തിരിച്ചു വന്നു. ഇടയ്ക്ക് വെച്ച് ക്യാമ്പിൽ വെച്ച് കാല് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ 6 മണിക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ഗ്രൗണ്ടിന്റെ അവിടെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കിട്ടും എന്ത് പറ്റി, അത് എന്റെ കാലിൽ സാർ ഭയങ്കര ഇഞ്ചുറിയാണ്, എനിക്ക് നടക്കാനൊന്നും പറ്റൂല സാർ. ഫോൺ എടുത്ത് വെച്ചിട്ട് ഡൽഹിയിൽ വിളിച്ചു. ശ്രീജേഷ് ഇങ്ങനെ കാല് വയ്യാന്ന് പറയാണ്, ഇവിടെ വന്ന് നിൽക്കുകയാണ്, ക്യാമ്പിൽ നിന്ന് ചാടി വന്നല്ലോ, 1 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിക്കാന്ന് പറഞ്ഞു. ഇവരുടെ ഫിസിയോയെ വിളിച്ചു, ഇന്ത്യൻ ടീമിന്റെ കൂടെ ഇവരുടെ കൂടെ ഒരു ഫിസിയോ ഉണ്ട്. ഫിസിയോയെ വിളിച്ചിട്ട് ശ്രീജേഷിന് കാലിനല്ല, ഇനി കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞാലും ശരി തന്നെ വണ്ടിക്ക് കയറ്റി വിടാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഈ കൊണ്ടുവന്ന സാധനം അത്രയും തലേ ചുമന്ന് തിരിച്ച് ക്യാമ്പിൽ പോകേണ്ടി വന്നു.